ഉത്തരം നൽകുന്നോരേ നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ വാതിൽ തുറക്കണമേ കേൾക്കണേ എൻ പ്രാർത്ഥന നൽകണേ യാചന കേൾക്കണേ എൻ പ്രാർത്ഥന നൽകണേ യാചന. കരുണയുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നന്ദി വരുന്ന നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദിയോടെ വാഴ്ത്തുന്നു കർത്താവേ. ഹല്ലേലൂയ. ഈ വായിച്ച് കേട്ട തിരുവചനം അവിടത്തേത്, ഈ കേൾക്കുന്ന ദൈവമക്കൾ അല്ലെങ്കിൽ അവിടത്തേത്, ഏഴയാകുന്ന അടിയനെ അവിടത്തേത് കർത്താവേ. ഹല്ലേലൂയ. ഇതിനൊന്നും യോഗ്യതയില്ലാത്ത അടിയനെ കർത്താവേ ദൈവത്തിൻ്റെ സ്വരം വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ തൻ്റെ കുഞ്ഞിനോട് സംസാരിപ്പാൻ തക്കവണ്ണം ആലടിയായിരുന്നു അവൾ കൂടെ ഇരുന്ന് അല്ലെങ്കിൽ അവിടുത്തെ ക്രൂശിൻ്റെ മരവും നിറച്ചുകൊണ്ട് കർത്താവേ ദൈവത്തിൻ്റെ സ്വരം യഥാർത്ഥമായി ദൈവത്തിൻ്റെ സ്വരം ദൈവത്തിൻ്റെ ആലോചന പറയുവാൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരങ്ങളടിയിൽ സമർപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ. പാനം മണത്തു കൊടുത്താട്ടെ. സകലവിധ സർവ്വനിമിത്തവും യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കണമേ പിതാവേ. ആമേൻ. ഹല്ലേലൂയ. 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 ഒരു കാര്യം ഇതിനു മുൻപേ പറയുന്നത് ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു. ഒരു ശുദ്ധീകരണം ആവശ്യം. ശുദ്ധീകരണം കൂടാതെ ദൈവത്തെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഏത് കാര്യത്തിനും നമ്മൾ തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ പാപം നിറഞ്ഞ ലോകമാണ്. അല്ലെങ്കിൽ ഒന്നിലല്ലെങ്കിൽ മറ്റൊന്നിൽ, അല്ലെങ്കിൽ ഒന്നിൽ നോട്ടം, ഭാവം, ചിന്ത, സംസാരം, കൊടുങ്ങൽ, വാങ്ങൽ, പ്രവൃത്തി, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ എല്ലാറ്റിലും ദൈവത്തിന് ഏതിലെങ്കിലൊക്കെയും കുറവ് വന്നിരിക്കും. ഈ കുറവുണ്ടെങ്കിൽ, ലംഘനമുണ്ടെങ്കിലോ ശുഭം വരത്തില്ല. എങ്ങനെ പ്രാർത്ഥിച്ചാലും ശുഭം വരത്തില്ല. കാരണം എന്ത്? ലംഘനം കിടക്കുന്നുണ്ട്, ദൈവത്തിന് പ്രവർത്തിപ്പാൻ അല്ലെങ്കിൽ പറ്റാതെ കിടക്കുന്നുണ്ട്. അത് ദൈവത്തിന്റെ 59 ദൈവത്തിന്റെ ദൈവത്തിന്റെ അവിടെ പറയുന്ന 59 1-2 പറയുന്നു. അല്ലെങ്കിൽ സ്തുതിക്കുന്ന സ്വരം എന്താണ് പറയുന്നത്? ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം അല്ല രക്ഷിക്കാതെ ഇരിപ്പാൻ തക്കവണ്ണം എന്റെ കരം മുറിയിട്ടില്ല. ദൈവത്തിന്റെ വചനമാണ് പറയുന്നത്. പക്ഷേ ദൈവത്തിന്റെ സ്വന്തം പ്രാർത്ഥന കേൾപ്പാതിരിപ്പാൻ തക്കവണ്ണം ചെവി അതുകൊണ്ട് ഒരു ശുദ്ധീകരണം നമുക്ക് ആവശ്യം. ഹല്ലേലൂയ. ഞാനൊരു പ്രാർത്ഥനയുടെ കാര്യത്തെ കുറിച്ചാണ് പറയുവാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിന് പ്രാർത്ഥന ആവശ്യമാണ്, ആരാധന ആവശ്യം, പ്രാർത്ഥന ആവശ്യം, അതേപോലെ ഉപവാസവും അല്ലെങ്കിൽ ആവശ്യമാണ്. ഈ 3 കാര്യവും ദൈവത്തിന് നമുക്ക് ആവശ്യമുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ എന്നെക്കാളും വളരെ പ്രാഗൽഭ്യമുള്ളവരാണ് നിങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിനോട് സ്ഥലമായ 4ാം ക്ലാസ്സും പുസ്തകമാണ് കേട്ടോ. വലുതായിട്ട് വൈകാലയിൽ പോയില്ല, പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പോയി ദൈവത്തിന് സ്വന്തം പോക്കുകയും പഠിച്ചു. കാരണം ഒരു മനുഷ്യനോട് പറയേണ്ടത് എങ്ങനെയാണ്, ഏത് തരത്തിൽ നിൽക്കണം, അല്ലെ എങ്ങനെയൊക്കെയാണെന്ന് ദൈവത്തിന് സ്വന്തം പഠിക്കുവാൻ ഇടയായി. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് ദൈവ മക്കളെ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ഹല്ലേലൂയ ദൈവത്തിന് യെശയ്യാവ് പറയുകയാണ് ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ ആലോചന യെശയ്യാവിന് കൊടുത്തിട്ട് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദാസനാകുന്ന പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അല്ല ഹിസ്കിയാവിന് രോഗം പിടിച്ച് കിടക്കുകയാണ്. ഹിസ്കിയാവ് ദൈവഭക്തനാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. എന്താ രോഗം? ഹല്ലേലൂയ. മരിക്കത്തക്ക രോഗം. മരിക്കത്തക്കത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ സ്തോത്രം. അല്ല ചെറിയ മുതലയുടെ വായിലിരിക്കും പോലെ ഇരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്താണെന്ന് അറിഞ്ഞല്ല. രക്ഷിക്കപ്പെട്ടോ, സ്നാനപ്പെട്ടോ, കുടുംബം എങ്ങനെ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നാം എന്തിനാണ് ദൈവത്തിൻ്റെ സ്തോത്രമല്ല ദൈവകാര്യത്തിൽ ഇങ്ങനെ ഇടപെടുന്നത്? ദൈവത്തിൻ്റെ സ്തോത്രമല്ല ദൈവത്തിൻ്റെ ആരാധനയിൽ ഹല്ലേലൂയ വിടുതൽ നടക്കണം. ഇനി ജനം വരണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അത്ഭുതം ഒന്നാം നൂറ്റാണ്ടിൽ കർത്താവിന്റെ ശിഷ്യന്മാരിലൂടെ നടന്ന അത്ഭുതങ്ങളും അതിശയങ്ങളും വിടുതലുകളും നടക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രമല്ല കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ ദിവസം പ്രസംഗിക്കാൻ ദൈവത്തിന്റെ ദിവസം എല്ലാവർക്കും അറിയാം. പക്ഷേ പ്രാർത്ഥിക്കാൻ ദൈവസേനയിൽ പ്രാർത്ഥിക്കാൻ വയ്യ. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. ഇന്നലെ രാത്രി ദൈവത്തിന് 2 മണി കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉറക്കം വന്നില്ല. ദൈവത്തിന് കിടന്നു. കാരണം തലയ്ക്കൊക്കെ വീർപ്പുണ്ട്. ഈ ബിപിയും പ്രഷറും ഷുഗറും ഒക്കെയും അല്ലെങ്കിൽ ഉള്ളതുകൊണ്ട് പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ തുരിക്കുന്നു. ഹല്ലേലൂയ. കിടന്ന് കണ്ണടച്ചു കിടന്ന് ദൈവത്തിന് സ്തോത്രം നോക്കി ടൈം നോക്കി ഇത്ര ദൈവത്തിന് കുറച്ചുകൂടെ കിടന്നു. ഹല്ലേലൂയ. ദൈവത്തിന് പറ്റിയില്ല. പിന്നെ ഏഴിച്ച് ദൈവത്തിന് സ്തോത്രം ഇരുന്ന് കുറച്ചുകൂടെ കാര്യാദികൾ ക്രമീകരിച്ചിട്ട് ദൈവത്തിന് സമയത്ത് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. 6 മണി വരെയും ഇരിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. കാരണം ദൈവത്തിന് സ്തോത്രം എന്ന് വിളിക്കുമ്പോഴേ ദൈവത്തിന് അന്ന് പ്രാർത്ഥനയിൽ ഞാൻ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രമല്ല പ്രാർത്ഥിക്കുകയും കൊടുത്തു. ദൈവത്തിന് സ്തോത്രം ഈ 2 കാല് മുട്ട ദൈവത്തിന് സ്തോത്രമല്ല ഇത്ര വിധം ഉണ്ടായിരുന്നു. അതുപോലെ കാലിൻ്റെ സ്തോത്രമല്ല ഭാഗങ്ങൾ അതൊക്കെ ഒടുവിൽ വെട്ടിയെടുത്തതുപോലെയാണ് മാറിപ്പോയത്. ഇപ്പോൾ ദൈവത്തിന് മുട്ടിന്മേൽ ഇരിക്കാൻ ഒക്കത്തില്ല. പക്ഷെ ഇരുന്നുകൊണ്ട് ആളിന് എത്ര മണിക്കൂർ വേണമെങ്കിലും പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അതിൽ തലങ്ങനെ ഇട്ടിട്ടുണ്ട്. പിന്നെ ചർപ്പണങ്ങളെ വിരിച്ച് ദൈവത്തിന് കൽപ്പൽ പൊക്കിയിട്ട് ചുരിക്കുന്ന ഒരു വളർന്ന കസേരയുണ്ട്. അതെടുത്തിട്ട് ദൈവത്തിന് ചാരി ഇരുന്ന് ദൈവത്തിന് സ്വരം പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. വല്ലതുമല്ല പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം വെച്ച് ചില വിഷയങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും. ഒപ്പം ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചു കൊണ്ടിരിക്കും. ചിലപ്പോൾ അല്ലെങ്കിൽ പിന്നെ വിഷയം ദൈവത്തിന് പിന്നെ ആ വിഷയം മാറ്റി ഈ വിഷയത്തിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്വരം പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ സ്തോത്രം എല്ലാ മക്കൾക്ക് മാത്രമല്ല, അവയ്ക്ക് മാത്രമല്ല. ഇപ്പൊ കുറച്ച് ദിവസത്തിന് മുമ്പ് ദൈവത്തിന്റെ സ്വരം ഒരു ആലയെ ചൊല്ലിക്കുന്ന കാഴ്ച കൂടെ കണ്ടതെന്ന് വെച്ചാൽ ടി വി ഇട്ട് കണ്ട് ദൈവത്തിന്റെ ടി വി മറ്റേ ഡിഗ്രി ഇതൊന്നുമല്ല കാണുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം അല്ലേ ചൊല്ലിക്കുന്ന കാണുന്നത് പൗരുഷൻ. ഹല്ലേലൂയ. നോക്കി സംസാരിക്കുന്നത് പോലെയാണ് ആ പൗരുഷനിൽ ദൈവത്തിന്റെ സ്വരം പറയുന്നത്. നോക്കി ഇങ്ങനെ ചൂണ്ടി ഇങ്ങനെ പറയുകയാണ്. ദൈവത്തിന്റെ സ്വരം ഞാൻ നോക്കുമ്പോൾ കർത്താവേ ഇത് ദൈവത്തിന്റെ സ്വരമല്ല ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് വിധിയാണല്ലോ, എനിക്ക് വേണ്ടിയിട്ടാണല്ലോ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഭാര്യയെ അടുത്തിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിന്റെ സ്വരം വളരെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. സ്വരം വലിയ സ്വരം ബൈപ്പാസിന്റെ വീട്ടിലാണെങ്കിൽ ഞാൻ വരുമായിരുന്നു. ഇത് ഇത്രയും ഭയങ്കര ദൂരമല്ലേ, ഇവിടെ വെച്ച് നടത്തിക്കൂടെ? ഞാൻ പറഞ്ഞ അങ്ങനെയല്ല. ഇത് ഓരോരുത്തരുടെ ദൈവത്തിന്റെ സ്വരം സ്പോൺസർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ സ്വരം പ്രാർത്ഥന എല്ലായിടത്തും നടക്കണം എന്നിങ്ങനെ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനൊക്കെ വളരെ താല്പര്യമാണ്. രാത്രി കഴിക്കുമ്പോൾ ദൈവത്തിന്റെ സ്വരം ചില സമയത്തൊക്കെ എണീറ്റ് എൻ്റെ കൂടെ ഇത് പ്രാർത്ഥിക്കും. ആദ്യമൊക്കെ അങ്ങനെ ആയിരുന്നു. പ്രൈസ് അല്പം കിടക്കുകയാണ് എങ്കിലും അല്ലെങ്കിൽ ദൈവം പ്രാർത്ഥനയ്ക്ക് വലിയ താല്പര്യമാണ്. പ്രൈസ് വിഷയങ്ങളൊക്കെ ഞാൻ പറയും, ചിലപ്പോൾ പങ്കുവയ്ക്കും, ചിലപ്പോൾ പ്രശ്നങ്ങളൊക്കെ നന്നൊക്കെ. അല്ലെങ്കിൽ ദൈവത്തിന് മരിച്ചു പോയതാണ്, ഞാനും മരിച്ചു പോയതാണ്. പ്രൈസ് അല്ലെങ്കിൽ ദൈവത്തിന് സ്തോത്രം. വലിയ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് മുൻതൂക്കം കൊടു. പ്രൈസ് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ശുദ്ധീകരണം പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് അല്ലെങ്കിൽ നീ പ്രാർത്ഥിക്കാൻ എഴുതി അല്ലെങ്കിൽ ശുദ്ധീകരണം പ്രാർത്ഥിച്ചിട്ട് നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് നോക്കും. പ്രൈസ് പ്രാർത്ഥനയെ മാത്രമല്ല നോക്കുന്നത്. പ്രൈസ് ശുദ്ധീകരണമുണ്ട്, ശുദ്ധിയുണ്ടോ? കാരണം നമ്മുടെ ദൈവം പരിശുദ്ധ ദൈവമാണ്, പരിശുദ്ധൻ. ഹല്ലേലൂയ. ആ പരിശുദ്ധനാകുന്ന സർവശക്തനാകുന്ന ദൈവത്തോടുകൂടി നാം സംസാരിക്കുന്നത് അല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന് പ്രസാദമുള്ള വാക്കുകളായിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ നാവിന്മേൽ അല്ലെ പാഴ്വാക്ക് വീഴരുത്. എന്ന് വെച്ചാൽ പാപത്തിന്റെ കാര്യങ്ങളൊന്നും പറയരുത്. പ്രേക്ഷകർ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം 1/2 മണിക്കൂർ പ്രത്യേകിച്ചിട്ട് അല്ലെ ഇതിനുമായിട്ട് ദൈവത്തിന് എന്നും അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. 1/2 മണിക്കൂർ ആ വിഷയം പ്രാർത്ഥിച്ചിട്ട് അടുത്ത വിഷയങ്ങളിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കാരണം കർത്താവേ ദൈവത്തിന്റെ സ്വരം പോലെ പാപം നിറഞ്ഞ ലോകത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. കുറവുണ്ട്, കുറ്റമുണ്ട്, ആലീയത്തിരിക്കുന്ന ഇതൊക്കെ ഉണ്ട്. ദൈവത്തിന്റെ സ്വരം ഒന്ന് ഹൃദയത്തെ നീ കഴുകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്വരം ഹൃദയത്തെ നിന്റെ രക്തത്താലും വചനത്താലും ആത്മാവിനാലും നീ കഴുകി ശുദ്ധീകരിക്കണം. ഹല്ലേലൂയ. 2 ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. തുരിക്കുന്നു സ്തോത്രം. ഹല്ലേലൂയ. ഹൃദയമാകുന്ന സഞ്ചയം ഹല്ലേലൂയ പുതു വീഞ്ഞുകൊണ്ട് നിറയ്ക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്വരം. 3 നീ എന്നെ ദൈവത്തിന്റെ സ്വരം കുശവന്റെ ഹല്ലേലൂയ ദൈവത്തിന്റെ സ്വരം കലം പോലെ പാത്രം പോലെ നീ പണിയണം. ഹല്ലേലൂയ. രൂപാന്തരപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്വരം ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. തുരുകുന്നു. ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിന്റെ സ്വരം അവസാനത്ത് കൊണ്ടുവയ്ക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഹല്ലേലൂയ. നിന്റെ ചെക്കിൽ കയറ്റണം. എന്നെ എൻ്റെ കുടുംബത്തെയും കയറ്റി അതിനെ ആട്ടി അരച്ച് നല്ലതും കൊല്ലാത്തതും നീ വേർതിരിച്ച്
ദൈവത്തിൻ്റെ സ്വരം നല്ലതിനെ മാറ്റി ദൈവത്തിൻ്റെ സ്വരം ഞങ്ങളെ കൊള്ളാമുള്ളതായി മൂർച്ചയേറിയ മുനയേറിയ ആയുധമാക്കി മാറ്റണം, നിന്റെ മക്കളാക്കി മാറ്റണം. നിനക്ക് വേണ്ടി സാക്ഷീകരിക്കുന്നവര്, നിനക്ക് വേണ്ടി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, കർത്താവിന്റെ സുവിശേഷം പറയുന്നവര്, അല്ലെങ്കിൽ നിന്റെ വേലക്കാര്, അല്ലെങ്കിൽ ദൈവത്തിന് ആക്കി മാറ്റണം ഏടിനെയും അടിയന്റെ കുടുംബത്തെയും. കാരണം ദൈവശബ്ദം കേട്ടാണ് ദൈവത്തിന് സ്വരം 3 പ്രാവശ്യം മരിച്ചാണ് ദൈവത്തിന് സ്തോത്രം വന്നിരിക്കുക. ഇവിടെ ദൈവത്തിന് സ്വരമന്റെ കർത്താവിന്റെ ചില ദാസന്മാർക്കൊക്കെയും ദൈവത്തിന് ഈ വിഷയം അറിയാം. പ്രൈസ് കണ്ടു. ഹല്ലേലൂയ. എന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്ന വാക്ക് കേട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതനുസരിച്ചാണ് ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കണം. ഇവിടെ ദൈവത്തിന് സ്വരം യേശയ്യാവെന്ന് അല്ലെങ്കിൽ യേശയ്യാവിനോട് പറഞ്ഞത് എന്താണ്? ദൈവത്തിന്റെ സ്വരമല്ലേ നിന്റെ അല്ലെങ്കിൽ വീട്ടിൽ ക്രമക്കാര് അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വരം നിന്റെ കാര്യങ്ങളൊന്ന് ക്രമപ്പെടുത്തണം. അപ്പോ എന്തോ അല്ലെങ്കിൽ കുറവുണ്ടായിരുന്നു, എന്തോ കുറവുണ്ട് ഇല്ലേ? ചിന്തിക്കുകയാണെങ്കിൽ എന്തോ കുറവുണ്ട്, അല്ലെങ്കിൽ അകൃത്യമുണ്ട്, അല്ലെങ്കിൽ പാവമുണ്ട്. ദൈവത്തിന്റെ ഭക്തനും കൂടെയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ വന്ന് പറഞ്ഞിട്ട് യെശയ്യാവ് എന്ത് ചെയ്ത് വിശ്വാസം പോവുക. എത്ര ദൂരം പോയെന്നറിയില്ല. പോയപ്പോ ദൈവത്തിന്റെ സ്തോത്രമല്ലിയാവ് നിലവിളിക്കുകയാണ്. സ്തോത്രം ചുമരുവോടുകൂടെ ചേർന്ന് കിടന്നുകൊണ്ട്, അയ്യോ യഹോവയാകുന്ന ദൈവമേ, ഞാൻ നിനക്ക് നിന്റെ ജനത്തിന് വേണ്ടിയിട്ട് നല്ലതല്ലോ ചെയ്തത് എന്ന് ദൈവത്തിന് സ്വരം നിലവിളിക്കുന്നു. ഇല്ലേ? ഒരു നിലവിളി. ഒരു നിലവിളി അല്പസമയം കൊണ്ട്. അല്ലെങ്കിൽ ഒരുപാട് പ്രാർത്ഥനയൊന്നും പ്രാർത്ഥിച്ചിട്ടില്ല നമ്മളെ പോലെ. അല്ലെങ്കിൽ ശുദ്ധിയുള്ള ഒരു മനുഷ്യനാണെങ്കിൽ ദൈവത്തിന്റെ അപ്പോൾ തന്നെ സ്തുതിക്കുന്നത് സ്വന്തം. അല്ലെങ്കിൽ യോബിന്റെ പുസ്തകം 8-ാം അധ്യായം അല്ലെങ്കിൽ 5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ നീ ദൈവത്തിന്റെ ശ്രദ്ധയോടുകൂടെ ദൈവത്തെ അന്വേഷിച്ചാൽ, നീ നിഷ്കളങ്കനും അല്ലെങ്കിൽ ദോഷം വിട്ട നന്നകനുമാണെങ്കിൽ അല്ലെങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഇപ്പോൾ ഇറങ്ങി വരും. അങ്ങനെയാണ് ദൈവത്തിന്റെ വചനം അതിനെ നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എന്റെ ദൈവമക്കളെ, ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ദൈവത്തോടുകൂടെ പ്രാർത്ഥിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്, തലമുറകൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. പലരും അല്ലെങ്കിൽ തലമുറകൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നില്ല. യോബ് എന്താണ് ചെയ്തത്? ഹല്ലേലൂയ. യോബ് എന്ത് ചെയ്തു? ദൈവത്തിന്റെ സ്തോത്രമല്ല 1-ാമത്തെ അധ്യായത്തിൽ കിടക്കുന്നുണ്ട് എന്റെ മക്കൾക്ക് വേണ്ടിയിട്ട്. അല്ലയോ എന്റെ മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നറിഞ്ഞിട്ട് അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ദൈവത്തിന്റെ സ്വരം വിളിച്ച് അവർക്ക് ദൈവത്തിന് വിരുന്ന് കൊടുത്തിട്ട് ദൈവത്തിന്റെ സ്വരമല്ല മക്കളെ കണക്കനുസരിച്ചിട്ട് എന്ത് ചെയ്യും? യാഗം നടത്തും. പ്രൈസ് ഇല്ലേ? അല്ലെങ്കിൽ നമ്മുടെ ഇത്തരം മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ യാഗം ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. അവരെ വിളിച്ചിരുത്തി അല്ലെങ്കിൽ കർത്താവിന്റെ നാഥനെ ഒരു കെട്ടുണ്ടാക്കി കഴിയുമ്പോൾ ദൈവത്തിന്റെ ദിവസം കാര്യങ്ങൾ പലപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് തരുന്ന ഒരു മറുപടിയാണ് ദൈവത്തിന്റെ സ്തോത്രം. വലിയ ചുരുക്കുന്ന സ്തോത്രം. ദൈവത്തിന് സാധനമായി പിള്ളേരെ വിളിച്ച് അല്ലെങ്കിൽ 2-3 ദിവസം ദൈവത്തിന്റെ സ്തോത്രം ഇരുത്തി അല്ലെങ്കിൽ നമ്മൾ വില കൊടുക്കണം. പ്രാർത്ഥനയ്ക്ക് വില കൊടുക്കണം, ദൈവത്തിന് വില കൊടുക്കണം. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവിന്റെ വേല ചെയ്യുന്നുണ്ട്, നമ്മൾ നിലവിളിക്കുന്നുണ്ട്, കർത്താവ് ഇതെല്ലാം ഇതിന് പ്രതിഫലം തരും. അല്ലേലൂയ. പക്ഷേ ദൈവത്തിന്റെ സ്തോത്രമല്ലേ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്തൊക്കെയും ദൈവത്തിന്റെ സ്തോത്രം ചെയ്യണം. അല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ സ്തോത്രം യെശയ്യാവ് നിലവിളിച്ചു, കരഞ്ഞു. അല്ലേലൂയ. ദൂത് പറഞ്ഞ ആ മനുഷ്യൻ ദൈവത്തിന്റെ സ്തോത്രം യെശയ്യാവ് കടന്നു വരിക. അല്ലേലൂയ. കടന്നു വന്ന് ദൈവത്തിന്റെ സ്തോത്രം യെശയ്യാവിനോട് എന്താണ് പറഞ്ഞത്? ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം കേട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്വന്തം നിനക്ക് സൗഖ്യം തന്നിരിക്കുന്നു. ഇന്നും എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഹല്ലേലൂയ. 15 സംവത്സരം. പക്ഷേ അത് കിട്ടിയപ്പോൾ എന്ത് പറ്റിയെന്നറിയാം? പിന്നീടൊക്കെ വായിച്ചു നോക്കുമ്പോൾ യെശയ്യാവ് ഹല്ലേലൂയ ഒരു തെറ്റിൽ അകപ്പെട്ടു. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. യെരൂശലേം ദേവാലയത്തിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ഭണ്ഡാരത്തിലുള്ള ദൈവത്തിന്റെ സ്തോത്രം ചുരുക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം അല്ലെങ്കിൽ ആലയത്തിന്റെ അല്ലെങ്കിൽ ഉപകരണങ്ങൾക്കെയും ദൈവത്തിന്റെ അടുത്ത രാജ്യക്കാർ നേരത്തെ കൊണ്ടുപോയിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അല്ല ദൈവത്തിന്റെ സ്തോത്രം ചുരുക്കുന്നു. ഹല്ലേലൂയ. യെശയ്യാവിന്റെ ദൈവത്തിന്റെ സ്വരം ചുരുക്കും കാര്യങ്ങൾ പറഞ്ഞു. ദൈവത്തിന്റെ സ്വരം ഇങ്ങനെയൊക്കെയായി. ദൈവത്തിന്റെ സ്വരം ദൈവത്തിന്റെ സ്വരം യെശയ്യാവിന് സൗഖ്യം വന്നു. ദൈവത്തിന്റെ സ്വരം യെശയ്യാവിന് സൗഖ്യം വന്നു അറിഞ്ഞപ്പോൾ
അല്ലെങ്കിൽ അടുത്ത രാജ്യക്കാരൻ വന്നു, അല്ലെങ്കിൽ ദൈവത്തിന് പിണങ്ങിയിരുന്നവൻ വന്നു, പ്രൈസലാൽ അല്ലെങ്കിൽ ദൈവത്തിന് പിണങ്ങിയിരുന്നവൻ വന്നപ്പോൾ അവനെ സ്വീകരിച്ചു കൊണ്ട് ദൈവത്തിൻ്റെ സ്വരം അല്ലിയത്തിൽക്കുന്ന യേശുവിനെ വളർത്തുന്നത് കൊണ്ടുവന്ന ദൈവത്തിൻ്റെ സ്വരം ഇതെല്ലാം കാണിച്ചു കൊടുത്തു. പ്രൈസലാൽ ദൈവത്തിൻ്റെ സ്വരം കേട്ടോ. അല്ലെങ്കിൽ യേശു കാണിച്ചു കൊടുത്തു, ദൈവത്തിന് അകൃത്യമായിട്ട് ചെയ്തു. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. വീണ്ടും പ്രവാചകനൊക്കെ വന്ന് സംസാരിച്ചപ്പോൾ ദൈവത്തിൻ്റെ സ്തോത്രം അല്ലിയെ ചുരുക്കുന്നു, ആലിയെ ചുരുക്കുന്നു. അവിടെ ആലിയെ ചുരുക്കുന്നത് കട്ട് ചെയ്തിട്ട് പറഞ്ഞു, ദൈവത്തിൻ്റെ സ്തോത്രം, നീ എന്താണ് ദൈവത്തിന് ചെയ്തത്? ഹല്ലേലൂയ. അത് ദൈവത്തിൻ്റെ സ്തോത്രം അല്ലിയെ ചുരുക്കുന്നു. ഞാൻ കാണുന്നു